സൗദിയിൽ ശമ്പളം വൈകിയാൽ തൊഴിലാളിക്ക് സ്പോൺസർഷിപ്പ് മാറാനും കുടിശ്ശിക ലഭിക്കാനുമുള്ള പുതിയ നിയമം പ്രാബല്യത്തിലേക്ക്. ശമ്പളം നൽകാതിരുന്നാൽ കോടതിയിൽ പരാതി നൽകാതെ തന്നെ തൊഴിലാളികൾക്ക് ആനുകൂല്യം ലഭിക്കും. തൊഴിൽ വകുപ്പും നീതിന്യായ മന്ത്രാലയവും ഇതിനായി കരാറിലെത്തി. ഇതോടെ പുതിയ തൊഴിൽ കരാറുകളെല്ലാം കോടതിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാക്കിയ കരാറിന് സമാനമാകും. സൗദിയിലെ തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള കരാർ സർക്കാർ പ്ലാറ്റ്ഫോമായ കിവയിലാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. ഈ കോൺട്രാക്റ്റിൽ ഇരു കൂട്ടരും ഒപ്പുവെക്കും. കരാറിൽ പറഞ്ഞ ശമ്പളം നൽകാൻ തൊഴിലുടമ ബാധ്യസ്ഥനാണ്. ശമ്പളം ഓരോ മാസവും നൽകും മുമ്പേ പേ സ്ലിപ്പ് തൊഴിൽ മന്ത്രാലയത്തിന്റെ മുതത് പ്ലാറ്റ്ഫോമിലും അപ്ഡേറ്റ് ചെയ്യണം. കൃത്യസമയത്ത് ശമ്പളം നൽകുന്നു എന്ന് ഉറപ്പാക്കാനാണ് ഈ രണ്ട് രീതികൾ. പുതിയ നിയമം ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളെയും നീതിന്യായ വകുപ്പുമായി ബന്ധിപ്പിക്കുന്നു. ഇതോടെ തൊഴിൽ കരാറുകളെല്ലാം കോടതിയുടെ നിരീക്ഷണത്തിലാകും. ശമ്പളം ഒരു മാസം മുടങ്ങിയാൽ പോലും തൊഴിലാളിക്ക് കോടതിയിൽ പോകേണ്ടതില്ല. ഓൺലൈൻ വഴി പരാതി നൽകിയാൽ കോടതിക്ക് ശമ്പളരേഖകൾ പരിശോധിച്ച് നടപടിയെടുക്കാം. ഇന്നു മുതൽ 3 ഘട്ടമായി നിയമം പ്രാബല്യത്തിലാകും. വിശദാംശങ്ങൾ ഓരോ മന്ത്രാലയങ്ങളും പുറത്തിറക്കും. നീക്കം പ്രവാസികൾക്ക് നേട്ടമാണ്. സൗദിയിലെ പുതിയ രീതി അനുസരിച്ച് ശമ്പളം ബാങ്ക് അക്കൗണ്ടിൽ തന്നെ നൽകിയിരിക്കണം. ഇത് എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമായിരിക്കും. വൈകിയാലോ കുടിശ്ശിക വരുത്തിയാലോ ബാങ്ക് രേഖയാണ് തെളിവാകുക. സൗദിയിൽ സ്പോൺസർഷിപ്പ് സിസ്റ്റത്തിലെ ചൂഷണങ്ങൾ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. നേരത്തെ ശമ്പളം 3 മാസം മുടങ്ങിയാലോ ഇഖാമ കാലാവധി കഴിഞ്ഞാലോ തൊഴിലാളിക്ക് തൊഴിൽ മാറാൻ അവസരം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം. രാജ്യത്തെ നിക്ഷേപ സൗഹൃദമാക്കുന്ന പദ്ധതിയുടെ ഭാഗം കൂടിയാണ് നിയമങ്ങൾ. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.